ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചക്കിടാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാവിൻ്റെ കമ്പിൽ വേര് പിടിപ്പിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മളാദ്യം വേര് പിടിപ്പിച്ചൊക്കെ ഒരു മാവാണ്. അപ്പോൾ അതെല്ലാം പൂത്തുണ്ട്. ഏകദേശം 1.5 വർഷമായി. ഈ മാവ് ഇപ്പോൾ നമ്മളൊരു വർഷം മുമ്പ് വെച്ചൊരു മാവിന് വേര് പിടിപ്പിച്ച നട്ടാണ്. പ്രാവശ്യം പൂത്തുണ്ട്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഒരു മാവിൻ്റെ കൊമ്പ്. നല്ലൊരു മാവ് പൂത്തിന് ഒരു കൊമ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം മാവുണ്ടായ ഒരു കൊമ്പാണ് ഏറ്റവും തുമ്പ് കൊമ്പാണ്. അപ്പോൾ അതിന് റൂട്ട് ഹോർമോണാണ് ഗ്രാഡിക്സിൻ്റെ. ഈ റൂട്ട് ഹോർമോൺ അത്യാവശ്യമാണ്. അപ്പോൾ ഈ കമ്പ് നമ്മൾ ചെറുതായിട്ടൊരു വടു ഇട്ടാൽ മതി. അധികം ചെത്തേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊരു വടു ഇടുക. ഒരു റൗണ്ട് ഒരു മോതിരക്കണ്ണി കിട്ടും കഴിഞ്ഞ് അതിൽ നമുക്ക് ആ ഭാഗത്ത് മൊത്തം റൂട്ട് ഹോർമോൺ തേക്കണം. റൂട്ട് ഹോർമോൺ തേച്ചിട്ട് നമുക്ക് ഒരു കവറിലൂടെ നട്ട് വെക്കുക. ഏകദേശം ഒരു മാസം 2 മാസത്തിൻ്റെ ഉള്ളിലൊക്കെ അത് വേര് പിടിച്ചിട്ട് തേപ്പൊക്കെ വന്ന് സാറാവും. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിലോളം അങ്ങനെ 2-3 മാസം 1.5 മാസം 2 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും വേര് പിടിക്കും. അപ്പോൾ അടിഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് സൈഡ് ചെത്തിക്കണം. ചെത്തിക്കാൻ പിന്നെ നമുക്ക് റൂട്ട് ഹോർമോൺ അതിൻ്റെ ആ സൈഡിലെ മോതിരക്കണ്ണി മോതിരവള ഇട്ടത്തിലൊക്കെ ഒന്ന് റൂട്ട് ഹോർമോൺ നല്ലോണം തേച്ച് വിട്ട് ആ ഭാഗം മോൾ ഭാഗത്ത് കഴിക്കും. ഇത് ആർക്കും ചെയ്യാൻ പറ്റുകയാണ്. ഇതിപ്പോൾ ഒരു കാര്യമായിട്ട് പണിയൊന്നുമില്ല. റൂട്ട് ഹോർമോൺ ഇല്ലെങ്കിൽ തേനെടുത്താൽ മതി, അല്ലെങ്കിൽ കറ്റാർവാഴൻ്റെ ജെല്ലെടുക്കുക, അല്ലെങ്കിൽ ചിരട്ടക്കരി നല്ല പൊടിച്ചിട്ട് കലക്കിയിട്ട് അത് മതി. ഒക്കെ റൂട്ട് ഹോർമോണിൽ പെട്ടതിനാണ്. നമ്മൾ റൂട്ട് ഹോർമോൺ എന്ന് പറഞ്ഞാൽ അത് നല്ല റൂട്ട് ഹോർമോണാണ്. ഏകദേശം 120 രൂപയ്ക്ക് വിലയുള്ളതാണ്. ഗ്രാഡിക്സിൻ്റെ നല്ല റൂട്ട് ഹോർമോൺ. ഞാൻ ആദ്യം ഉപയോഗിക്കൽ വേറെ ലിക്വിഡായിരുന്നു. അപ്പോൾ അത് പുരട്ടി ഇനി നമ്മൾ കവറിൽ വെക്കുക. കവറിൽ വെച്ചിട്ട് റോട്ടി മിക്സ് തയ്യാറാക്കി ഒരു കവറിൽ വെച്ച്, അപ്പോൾ അതിൻ്റെ അടിയിൽ ആദ്യം കുറച്ച് റോട്ടി മിക്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചതിന് ശേഷം ഒന്നായിട്ട് പിന്നെ കുറച്ചുകൂടി ബാക്കിയുള്ള റോട്ടി മിക്സ് കൂടി അതിലേക്ക് ഇട്ട് ഫുള്ളാക്കുക. ചെറുതായിട്ട് നനച്ച് ഓവർ നനക്കരുത്. നനച്ചാൽ ചെയ്യും. ചെറുതായിട്ട് നനച്ച് കൊടുത്തിട്ട് പിന്നെ ആഴ്ചയിൽ 1-2 പ്രാവശ്യം നനച്ച് കൊടുക്കുക. നനവ് മാത്രമേ ഇങ്ങനെ ചെറുതായിട്ട് നിന്നാൽ മതി. നല്ല തണലുള്ള സ്ഥലത്ത് വെക്കുക. ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞാൽ മഴയുള്ള സമയത്താണ്. മഴ പിന്നെ പെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലാണ് വളരെ 100% 100% വേര് പിടിച്ചു. മഴ കുറവുള്ള സമയത്ത് ചെറുതായിട്ട് നനച്ചു കൊടുക്കുക. അത് തണലിൽ വെക്കുക. അതിന് വേര് പിടിച്ചിട്ട് ഒന്നതിന് ശേഷം മാത്രമേ വെയിലത്ത് മാറ്റി. അപ്പോൾ നമ്മൾ കവറിലാക്കി ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. വേര് പിടിക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും. അതൊരു 10-15 ദിവസം കൊണ്ട് തന്നെ അത് ഉണങ്ങി ചീഞ്ഞു പോകും. പിന്നെ നമ്മൾ 4-5 എണ്ണം 10 എണ്ണമൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ 2-3-4 എണ്ണമൊക്കെ നമ്മൾ വിജയിച്ച് കിട്ടും. എല്ലാം വിജയിച്ച് കിട്ടുകയൊന്നുമില്ല. ഇതിപ്പോൾ നമുക്ക് വിജയിച്ച് കിട്ടി. ഇതിപ്പോൾ ഒന്നൊന്നല്ല വെച്ചാൽ നമ്മൾ കുറേ വെക്കുന്നതാണ്. അപ്പോൾ അതിൽ വന്നപ്പോൾ കാട്ടുന്നുണ്ട്. ചിലതും വെക്കും, ചിലതിൽ നഷ്ടപ്പെട്ടു പോകും, ചിലത് പിടിച്ച് കിട്ടും. ഇതിപ്പോൾ നമുക്ക് പിടിച്ച് കിട്ടിയതാണ്. ഇതിന് മുമ്പ് 2-3 എണ്ണം നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് പിടിച്ച് കിട്ടി. ഇനിയിപ്പോൾ അത് നമുക്ക് വേറെ കവറിലേക്ക് മാറ്റണം. വേരൊക്കെ പിടിച്ചിട്ടുണ്ടാവും 2 മാസം കഴിഞ്ഞ്. ഇനി അത് കവറിലേക്ക് മാറ്റണം. വേരുണ്ടോ ആവോ. ചിലത് വേര് വരുന്നതിന് മുമ്പ് തന്നെ തേപ്പ് വരും. ചിലത് ആദ്യം വേര് വന്നിട്ടാണ് ഇതിന് തേപ്പ് വരിക. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കുക വേരുണ്ടോ എന്ന്. എന്നിട്ടൊരു വേറൊരു ചട്ടിയിലേക്ക് മാറ്റി വെക്കണം. ചെറുതായിട്ട് വേരുണ്ടെന്നാണ് തോന്നുന്നത്. പിടിച്ചിട്ടുണ്ടാവും 2 മാസം കഴിഞ്ഞാൽ തേപ്പ് നല്ല ഉഷാറായിട്ട് തേപ്പ് വന്നാണ്.
വന്നിട്ടുണ്ട് ചെറിയ വേരുകളൊക്കെ. സ്ട്രോങ് ആയിട്ട് പിടിച്ചിട്ടില്ല. സ്ട്രോങ് ആയിട്ട് പിടിക്കണമെങ്കിൽ ഇപ്പോൾ 2-3 മാസം കഴിയണം. നമ്മളത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേണം ചെയ്യണം. ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട് വേര്. ഇങ്ങനെയാണ് വേര് പിടിക്കുക. അതിൻ്റെ ഒരു നമ്മളെ കട്ടക്കണ്ടിട്ട ആ ഭാഗത്താണ് നമുക്ക് വേര് പിടിക്കുന്നത്. കുഴപ്പമില്ല, വേര് ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. 2-3 മാസം കഴിഞ്ഞിട്ടൊക്കെ എടുക്കണം. നല്ല ഉഷാറായിട്ട് തന്നെ വരും. 2 മാസമായിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഒരു ചട്ടിയിലേക്ക് മാറ്റാം, വലിയ ചട്ടിയിലേക്ക് മാറ്റാം. നമ്മളെ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് പോട്ടി മിക്സൊക്കെ നിറച്ചിട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. ചാണകപ്പൊടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് ചരിച്ചും ചാണകപ്പൊടിയെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞ് അതിലിട്ട് നല്ലോണം അമർത്തിയുടെ നന ഓവറായിട്ട് നനക്കാറ്. ഓവറായിട്ട് നന്നായി വെള്ളം നിന്നിട്ട് അത് ഒരാഴ്ചയിലോ 2-3 നന മാത്രം. നല്ലോണം മണ്ണിലേക്ക് വേര് പിടിക്കുകയുള്ളൂ. നല്ല തണലിൽ തന്നെ നല്ല ഉഷാറായിട്ട് തന്നെ ടേപ്പൊക്കെ വന്ന് മുളങ്ങളൊക്കെ വന്ന്. ഇനിയിപ്പോൾ നമുക്കൊരു 6 മാസം കഴിഞ്ഞിട്ട് 6 മാസം 1 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ചട്ടിക്ക് മാറ്റിച്ചാൽ മതി. ഓള് ഈ ചട്ടി തന്നെ ചെറുതായിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചാണകപ്പൊടി ഒന്ന് കൊടുത്തിട്ടാൽ മതി. എല്ലാം ഇളക്കിയിട്ട് ചാണകപ്പൊടി കൊടുത്താൽ മതി. ഇനി കടലിൽ വെച്ചിട്ട് വേറെ കുളിച്ച് വെയിലത്തൊക്കെ മാറ്റി വെക്കും. അതുപോലെ കണലിൽ വെച്ചാണ് ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ്. 1 വർഷം കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ കൊമ്പ് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇതിൽ പൂക്കളൊക്കെ വന്ന് പൂവിട്ടിട്ടുണ്ട്. മാങ്ങ ഉണ്ടാവുക പിടിക്കുമെന്ന് അറിയില്ല. പൂവിട്ടിട്ടുണ്ട്. ഏകദേശം 1 വർഷം കഴിഞ്ഞാണ്. ചിലപ്പോൾ മാങ്ങ ഉണ്ടാവും, അല്ലെങ്കിൽ അത് പൂവാണ് കുഴിഞ്ഞു പോകും. പിന്നെ 2ാം പ്രാവശ്യം ആകുമ്പോൾ ഉഷാറായിട്ടുണ്ടായിക്കോളും. ഒന്ന് മാങ്ങ മാവ് സ്ട്രോങ് ആയി വരണമെങ്കിൽ ആ പൂവ് ഒഴിവാക്കുകയാണ് നല്ലത്. അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് മാത്രം അതിൽ വെച്ചതാണ്. കായ് പിടിച്ചുവിടായി അല്ല, എങ്കിലും മാവിന് ക്ഷീണമായിരിക്കും. ഇതാർക്കും ചെയ്യാം. നമ്മളെ വീട്ടിലൊക്കെ മാവുണ്ടെങ്കിൽ ഇപ്പോൾ ആർക്കും എടുത്ത് ചെയ്യാം. വിജയിച്ചാൽ വിജയിക്കട്ടെ എന്ന് ചെയ്യണം. 2-3-4 കമ്പൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാം. ഒന്ന് വിജയിച്ചിട്ടിയാൽ കിട്ടില്ലേ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.